ഇന്റലക്ച്വൽ ലേഡീസ് ആയിട്ടുള്ള ബിസിനസ് വിമൻസ്, അതേപോലെ ടീച്ചേഴ്സ് ആവട്ടെ, അഡ്വക്കേറ്റ്സ് ആവട്ടെ, ബിസിനസ് വിമൻസ് ആവട്ടെ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ പോയിട്ട് സംസാരിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ വിശദീകരണം കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആൾക്കാരെ ഇടയ്ക്ക് പോയിട്ടായിട്ട് ഈ ബില്ലിൻ്റെ കുറിച്ചായിട്ട് ഡീപ്പായിട്ടുള്ള പ്രചരണം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇന്ന് മുതൽ തുടക്കം. ഇന്ന് പ്രസ് മീറ്റ് കഴിഞ്ഞിട്ട് മഹിളാ നേതൃയോഗ. നാളെ മുതൽ തന്നെ നമ്മളെ വർക്ക് ഡോർ ಟು ಡೋರ್ ಕ್ಯಾಂಪೇನ್ ಸ್ಟಾರ್ಟ್ ಆವು. ರ್ಯಾಲಿ 26ಗೆ ಇನ್ನು ಡಿಫ್ರೆಂಟ್ ಆಗಿ ಬೇರೆ ಬೇರೆ ಪ್ಲಾನ್ಸ್ಗಳಿದೆ. ಸೊ ವೆನ್ ದ ಟೈಮ್ ಟೇಬಲ್ ನನ್ನ ಲಿಸ್ಟ್ ರೆಡಿ ಆಗಿದ್ದ ಕೂಡಲೇ ನಾನು ಪ್ರೆಸ್ ರಿಲೀಸ್ ಕೊಡ್ತೇನೆ. ನಾನು ರ್ಯಾಲಿ ಜಸ್ಟ್ ಐ ಹ್ಯಾವ್ ನಾನಿವಾಗ ರ್ಯಾಲಿ ಡೇಟ್ ಫಿಕ್ಸ್ ಮಾಡಿದ್ದೇನೆ. ಸೊ ಎಲ್ಲಿಂದ ಎಲ್ಲಿ ತನಕ ಅಂತ ಹೇಳಿ ನಾವು ಫಿಕ್ಸ್ ಮಾಡಲಿಲ್ಲ. ಸೊ ವಿತಿನ್ 2 days ಅದನ್ನು ನಾನು ಕಳಿಸ್ಕೊಡ್ತೇನೆ. ಯಾಕೆ ನಾವಿಲ್ಲಿ ಮಹಿಳಾ ಲೀಡರ್ಸ್ ಕಾಣ್ತಾ ಇದೀವಲ್ಲ ನಿಮಗೆ. ಇದು നമ്മളെ ഇപ്പോൾ വേദി നോക്ക്. ജില്ലാ പ്രസിഡന്റ് ഉണ്ട്, സ്റ്റേറ്റ് ലീഡർ ഉണ്ട്, എൻ്റെ ജില്ലാത്തിൻ്റെ ട്രഷററാണ് വീണ ഷെട്ടി, ലേഡിയാണ് ട്രഷറർ. ജില്ലാ പ്രസിഡന്റ് ലേഡിയാണ്. അതേപോലെ 4 ജില്ലാ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്മാർ 4 വനിതമാരാണ്. ഒരു വൈസ് പ്രസിഡന്റ് വനിതയാണ്. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ഉണ്ട്. നമ്മുടെ ജില്ലാ സെക്രട്ടറി മഹിളയാണ്. അതേപോലെ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ, മഹിളാ ജില്ലാ ജനറൽ സെക്രട്ടറിമാരുണ്ട്. എല്ലാ ലേഡീസ്, നമ്മൾ തന്നെ ഇവിടെ കാസർഗോഡ് ജില്ല ഇത്ര ലേഡീസ് ഉണ്ട് ലീഡേഴ്സായിട്ട്. ഇനി ആര് വേണം, വേറെ പുറത്തത്തെ ആൾക്കാർ വേണമെന്ന് നമുക്ക് അത്ര നിർബന്ധമില്ല. പക്ഷെ എന്നാലും ക്രൗഡ് പില്ലറായിട്ടുള്ള ലേഡിയെ നമ്മൾ വിളിക്കും. ಗೃಹ ಸಂಪರ್ಕ, ರ್ಯಾಲಿ, ಕಾರ್ನರ್ ಮೀಟಿಂಗ್ಸ್, ಹೀಗೆ ಒಂದು ಡಿಫ್ರೆಂಟ್ ಆದಂಥ ಪ್ರೋಗ್ರಾಮ್ಸ್ಗಳನ್ನು ಆರ್ಗನೈಸ್ ಮಾಡಲಿಕ್ಕೆ ಬೇಕಾಗಿ ನಾವು ಇದನ್ನು ಆರ್ಗನೈಸ್ ಮಾಡ್ತಾ ಇದ್ದೀವಿ. ಬಿಕಾಸ್ ವಿ ದ ಲೇಡೀಸ್, ನಾವು ವಿಮನ್ ಆಗಿದ್ದುಕೊಂಡು ವಿಮನ್ ರಿಸರ್ವೇಷನ್ ಬಿಲ್ಗೆ ಜಾಸ್ತಿಯಾಗಿ ಬೇಕಾಗಿರೋದು ನಮಗೋಸ್ಕರ. ಸೊ ವಿ ವಿಲ್ ಬಿ ಇನ್ ದ ಫೀಲ್ಡ್. ಐ ಥಿಂಕ್ ಓಕೆ. ನೋ ಅದರ್ ಕ್ವೆಶನ್ಸ್, ರೈಟ್? ഞാൻ വിചാരിച്ചു എന്തപ്പ അരുൺ ഒരു ക്വസ്റ്റ്യൻ ഇല്ലല്ലോ എന്ന്. നമ്മൾ ഇന്നലെ ജില്ലത്തിൻ്റെ 5 കോൺസ്റ്റിറ്റ്യൻസിൻ്റെ അവലോകന മീറ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ എല്ലാ രീതിയിലും നമ്മൾ ഒരു ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ 5 കോൺസ്റ്റിറ്റ്യൻസിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അതായിട്ടുള്ള ബേസിസിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അവലോകന കണക്ക് കൂട്ടങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി വരുന്ന ഈ 1 വീക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ശക്തി കേന്ദ്ര അടിസ്ഥാനത്തിൽ ഒരു മീറ്റിംഗും അതേപോലെ താഴ്ത്തട്ട് ബൂത്തിൻ്റെ അടിസ്ഥാനത്തിൽ മീറ്റിംഗ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള കണക്ക് കൂട്ടൽ ബൂത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ മീറ്റിംഗ് വെച്ച് ഇതായിട്ട് ആ പഞ്ചായത്ത് അടിസ്ഥാനത്തിന് കണക്ക് കൂട്ടൽ ഉണ്ട് നമ്മളെ കയ്യിൽ. പക്ഷെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ താഴ്ത്തട്ടിൽ പോയെങ്കിൽ മാത്രമാണ്. അപ്പോൾ ഈ 1 വീക്കിൽ ആ മീറ്റിംഗ് കൂടി കംപ്ലീറ്റ് ആയിട്ട് എന്തെങ്കിലും റിസൾട്ട് വരുന്നതിന് മുമ്പ് നമ്മളെ കയ്യിൽ ഒരു കണക്ക് കൂട്ടൽ ഉണ്ടാവും. യെസ്. ഒരു കാലത്തും ഒരു മണ്ഡലത്തിലും അങ്ങനെ ആയിട്ടില്ല, ഇനി ആവാൻ പോകുന്നില്ല. ബിക്കോസ് അവിടെ BJPയുടെ പഴയ നേതാവ് ഇന്ന് UDFൽ മത്സരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, സന്ദീപ് വാര്യർ. ഒരു കാലത്ത് സന്ദീപ് വാര്യറിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് BJP പ്രവർത്തകന്മാർ പ്രവർത്തിക്കുന്നില്ല. അത് ഉറപ്പ് 100% ആണ്. ബിക്കോസ് നമ്മളെ പ്രവർത്തകന്മാരുടെ ഇടയിൽ പാർട്ടിക്കും പിന്നെ അതേപോലെ പാർട്ടിൻ്റെ സംഘടന വേണ്ടി നല്ല ഒരു ശക്തിയും ഊർജയും വിശ്വാസമുള്ള ആൾക്കാരാണ്. അപ്പോൾ പാർട്ടീനെ ദൂഷിച്ചുകൊണ്ട് നമ്മളെ നരേന്ദ്രമോദിജി ദൂഷിച്ച വ്യക്തിക്ക് ഒരു കാലത്തും ജയിപ്പിക്കാൻ വിടില്ല. നമ്മളെ പ്രവർത്തകന്മാർ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ സിമ്പിൾ നമുക്ക് കിട്ടിയിട്ടില്ലെന്ന് ഒരു വിഷമം ഉണ്ട്, അത് എല്ലാവർക്കും ഉണ്ടാവും. ബിക്കോസ് നമ്മളെപ്പോഴും താമര ചിഹ്നക്ക് വോട്ടിടുന്നത്, അപ്പോൾ താമര ചിഹ്നം ഇല്ലാന്ന് മാത്രം അത് വിട്ടിട്ടായിട്ട് വേറെ ഒരു വിഷമം നമ്മളെ പാർട്ടീൻ്റെ ഇടയിൽ, നമ്മളെ പാർട്ടിൻ്റെ പ്രവർത്തകന്മാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. ഇന്നലെ നമ്മൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നായെങ്കിലും നന്നായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അവർ വെച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വാസം. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് മണ്ഡലം കാഞ്ഞങ്ങാടാണ്. പക്ഷേ മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് അശ്വിനിജിയുടെ നിർദ്ദേശപ്രകാരം ആദ്യം തന്നെ അശ്വിനിജി തന്ന ഒരു നിർദ്ദേശം, മഹിളാ മോർച്ചയുടെ പ്രസിഡന്റ് എല്ലാ മണ്ഡലങ്ങളെയും ഒരുപോലെ പഠിക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. ആ ഒരു ലക്ഷ്യം നല്ല രീതിയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. തൃക്കരിപ്പൂർ മണ്ഡലം എൻ്റെ തൊട്ടടുത്ത മണ്ഡലമായതുകൊണ്ട് വളരെ നന്നായിട്ട് എനിക്ക് ആ മണ്ഡലത്തെ അറിയുകയും ചെയ്യാം. അവിടുത്തെ ഇലക്ഷൻ വർക്കിന്
3-4 ദിവസം കൃത്യമായി അവിടെ ചെല്ലുകയും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി അവരുടെ പ്രവർത്തകർക്കുള്ള ഒരു ചെറിയ വൈഷമ്യം, നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ചിഹ്നമില്ലാത്തത്, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അവിടെയുള്ള ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്, അത് ചെയ്തിട്ടുമുണ്ട്. ഈ മഞ്ചേശ്വരത്ത് കാസർഗോഡ് യുഡിഎഫിന്റെ അവലോകന യോഗത്തിന് ശേഷം ഒരു പ്രതീക്ഷയും കണക്കൂടുന്നത് മഞ്ചേശ്വരത്ത് 10,000 മുതൽ 15,000 വരെയുള്ള ഭൂരിപക്ഷം യുഡിഎഫ് ഉണ്ടാകും. കാസർഗോഡ് അറൌണ്ട് 15,000 ഭൂരിപക്ഷം ഉണ്ടാകും. അതായത് വലിയ മെജോറിറ്റി 2 മണ്ഡലങ്ങളിൽ യുഡിഎഫിന് അനുകൂലമാണെന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ. അത് അവരവരുടെ വിലയിരുത്തലല്ലേ. ഇപ്പോൾ യു ഡി എഫിന്റെ വിലയിരുത്തൽ അങ്ങനെയാണ്. നമ്മളെ വിലയിരുത്തൽ നമ്മൾ 5,000 തൊട്ട് നമ്മൾ ജയിക്കുന്നതാണ്. അതേപോലെ CPM-ന്റെ വിലയിരുത്തൽ അവരും ഒരു 5,000 to 6,000 വോട്ടിൽ അവർ ജയിക്കുന്നതാണ് അവർ പറയുന്നുള്ളത്. അപ്പോൾ അവരവരുടെ പാർട്ടിന്റെ വിലയിരുത്തൽ അങ്ങനെയാണ്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞെങ്കിൽ മഞ്ചേശ്വരത്തും പിന്നെ കാസർഗോഡിൽ ഈ പ്രാവശ്യം ഹിന്ദു പോളിംഗ് കൂടുതലായിട്ട് നടന്നിട്ടുണ്ട്. എൺമക്കജയിൽ നോക്കിക്കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കത് നെറ്റിപ്പോവും. അങ്ങനെയാണ് നല്ല രീതിയിലാണ് പോളിംഗ് നടന്നിട്ടുള്ളത്. ഹിന്ദു ഭൂരിപക്ഷമായിട്ടുള്ള എൺമക്കജയിലും പൈവളിക്കലും നന്നായിട്ട് പോളിംഗ് നടന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് മധുരിലും നമ്മൾ മധുരാവട്ടെ, ബദിയർക്കാവട്ടെ, കാരഡ്ക്കാവട്ടെ, കുമ്പളാജ് എല്ലാ നമ്മളെ BJPന്റെ മീൻസ് അത്രക്ക് നമ്മൾ ജയിക്കുന്ന ഒരു വാർഡുകളിൽ നന്നായിട്ടാണ് പ്രവർത്തനം ഈ പ്രാവശ്യം നടന്നിട്ടുള്ളത്. കഴിഞ്ഞ ഇലക്ഷൻസിനെ കുറിച്ചിട്ട് നിങ്ങൾക്കറിയാലോ, അത്ര വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം നന്നായിട്ട് നമ്മളെ പോളിംഗ് നടന്നിട്ടുണ്ട്. അതേപോലെ അവരെ പോളിംഗ് നടന്നിട്ടുണ്ട്. അവരെ വിലയിരുത്തൽ അവർ ജയിക്കുമാണ്, നമ്മളെ വിലയിരുത്തൽ നമ്മൾ ജയിക്കുമാണ്. എക്സാക്ട് എന്താണെന്ന് പറഞ്ഞിട്ട് 4-ാം തീയതി ഉച്ചയ്ക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ എന്തിനാണ് വെറുതെ ഇല്ലെങ്കിൽ ഓക്കെ. അപ്പോൾ